ഇന്ന് ഞാൻ അത്രയ്ക്ക് റിച്ചൊന്നുമില്ല കേട്ടോ, കാരണം ആയിരിക്കണം 70 രൂപയാണ് നാശം. പിന്നെ ഇന്ന് ഞാൻ സിനിമ കണ്ടു, അത് നിങ്ങളെ ഗസ് ചെയ്യാൻ പറ്റുമോ? അതൊരു കുസ്തിപ്പടമാണ്, മനസ്സിലാക്കിയില്ല. ഓക്കെ, നിങ്ങൾക്ക് കഥയല്ല അറിയേണ്ടത്. ഞാൻ സിനിമയുടെ മൊത്തം കഥ പറയാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി കേട്ടോ. ഇനി ആ കഥ പറയാൻ പോകുന്നത് ഏ സിനിമയാണ്? ചത്താ ബച്ചേൻ്റെ സിനിമ പോലെ ഫുൾ കഥ പറയാൻ പോവുകയാണ്. ഏറ്റവും നിങ്ങൾക്ക് ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ നിങ്ങൾക്ക് സസ്പെൻസ് ഒക്കെ ആവണമെങ്കിൽ ഈ വീഡിയോ കാണും. ഇഷ്ടമൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മതി, അല്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും അടിച്ചാൽ മതി. ഞാനാവുമല്ലേ? അതെ, സബ്സ്ക്രൈബ് കൂടി അടിച്ചോ, വേണമെങ്കിൽ അടിച്ചാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഞാൻ കുട്ടിയല്ലേ, എനിക്ക് 8 വയസ്സായ കൊച്ചാണ് ഞാനിരിക്കുന്നത്. എൻ്റെ പുതിയ വാച്ച്, ആപ്പിൾ വാച്ച് തീരിച്ചിട്ടുണ്ട്. പറയാം. തുടക്കത്തിൽ കാണിക്കുന്ന സിനിമയിൽ ഒരു നായകൻ, നമ്മളുടെ അർജുൻ അശോകൻ, അവൻ്റെ നാടും വീടിനെ പറ്റിയിട്ട് പറയണമായിരുന്നു. അപ്പം തന്നെ അർജുൻ അശോകൻ്റെ, പിന്നെ നമ്മുടെ സ്വന്തം റോഷൻ മാത്യുവിൻ്റെയും പിന്നെ എന്തോന്ന് മറ്റേ മാർക്കുള്ള വരുത്തുണ്ടല്ലോ, മറ്റേ കണ്ണിനുണ്ടത് മാർക്കുള്ള വരുത്തേ, അവൻ്റെ കൂടി കുട്ടിക്കാലമൊക്കെ കാണിച്ചിരുന്നു. അവർ രണ്ടുപേരും 3 പേരും കൂടി ഒരുമിച്ചാണ്. അവരുടെ അച്ഛന് നിങ്ങൾക്കറിയാം, അവസാനം പറഞ്ഞു തരാം, നിങ്ങൾ ഞെട്ടും. അവസാനം സസ്പെൻസാണ്, അവസാനം കേൾക്കണമെങ്കിൽ കേൾക്കണ്ട, അവസാനം സസ്പെൻസാണ്. കുട്ടിക്കാലത്ത് എന്തോന്ന് നമ്മളെ അർജുൻ അശോകനും പിന്നെ നമ്മളെ മറ്റേ മാർക്കുള്ള കണ്ണിനുള്ള പയ്യനും, കണ്ണുകൊടുത്ത പയ്യനില്ലേ, അവൻ്റെ സിനിമ വിളിക്കുന്ന പേര് ലിറ്റിൽ എന്നാണ്. അപ്പം ഞാൻ ലിറ്റിലെന്ന് വിളിക്കാൻ നിങ്ങൾ ഓർത്ത് വെച്ചു, അവൻ്റെ പേര് ലിറ്റിൽ എന്നാണ്. അപ്പോൾ നമ്മളുടെ സ്വന്തം അർജുൻ അശോകനും പിന്നെ നമ്മുടെ സ്വന്തം ലിറ്റിലും കൂടി കട്ടിയിടിച്ച് അടിക്കുമായിരുന്നു. പിന്നെ നമ്മൾ സ്വന്തം റോഷൻ മാത്യു ഇങ്ങനെ അവിടെയൊക്കെ അമ്മ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഷൻ മാത്യു ഇങ്ങനെ ഒളിഞ്ഞ് നിന്നിട്ട് ഡോറൊക്കെ അടച്ചിട്ട്, അങ്ങനെ നമ്മൾ ലിറ്റിലും അർജുൻ അശോകനും ഭയങ്കര അടിയാണ് കേട്ടോ. അവസാനം അർജുൻ അശോകൻ ഭയങ്കര കോമഡിയാണ്. അർജുൻ അശോകൻ ലിറ്റിലിനെ വലിച്ചെടുത്ത് അവസാനം കട്ടിലിങ്ങനെ വലിച്ചെടുത്തിട്ടാണ് അവൻ്റെ ഇവിടെ ചോരയൊക്കെ വന്നത്. അങ്ങനെ അവൻ്റെ കൂട്ടുകാരല്ലേ പാവം വിചാരിച്ചതൊക്കെ വിട്ട് കളഞ്ഞു. അങ്ങനെ ഭയങ്കര ഭാഗമാണ് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം മുറിഞ്ഞ് ചോരയൊക്കെ ഒലിച്ച് വന്നു, ഇങ്ങനെ മാർക്കോ പോലെ അങ്ങനെ ചോരയൊക്കെ ഒലിച്ച് വന്നു. അങ്ങനെ കട്ടിലൊക്കെ പൊട്ടി കേട്ടോ. ഓഫ്, എൻ്റെ പൊന്നു ബ്രോ, കട്ടിലൊക്കെ പൊട്ടി. അതുകൊണ്ട് എനിക്ക് എല്ലാം എന്തൊക്കെയായി. ഓക്കെ, അപ്പം എന്താ കട്ടിലടിച്ചിട്ടിട്ട് അവസാനം അവരുടെ അമ്മ കണ്ടിട്ട് അവസാനം അത് അമ്മ കണ്ടത് അവസാനം റോഷൻ മാത്യു ചോര ഉണ്ട് ഞെട്ടിയപ്പോൾ അവസാനം റോഷൻ മാത്യു അവനെ നോക്കാൻ പോയപ്പോൾ അവസാനം അവരുടെ അമ്മ വന്ന് അങ്ങനെ എന്തായിരുന്നടി അവസാനം അവളെ അമ്മ എന്നല്ലേ ഞാൻ പറഞ്ഞതാ. അവസാനം അവളെ അമ്മ വന്നപ്പോൾ അർജുൻ അശോകന് റോഷൻ മാത്യു കൂടെ പറഞ്ഞ്, നീ എന്തിനാണ് നീ മാറിയുന്നത്? അങ്ങനെ റോഷൻ മാത്യു പറഞ്ഞ്, അയ്യോ സോറി, ഞാനിത് ഒന്ന് പെട്ട ചോരണ്ട് ഞെട്ടിപ്പോഴൊന്ന് വന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ അർജുൻ അശോകൻ ഒറ്റ അടി കൊടുത്തു. അങ്ങനെ 3 നേരം കൂടി ഓടി അമ്മ അടിക്കണ മുമ്പേ. അവസാനം അവർ വെള്ളത്തിൽ കൂടെ ചാടി വന്നു. അവർക്ക് നീന്താനൊക്കെ അറിയാം. പറയുമ്പോഴാണ് ഇൻ്റർവെൽ ആവണ വരെ മാത്രമേ പറയണോ അല്ലേ കേട്ടെ, ഫുള്ളും പറയണില്ല. പിന്നെ ഈ സിനിമയിൽ മമ്മൂട്ടി ഉണ്ട്, അത് ഇപ്പോൾ തന്നെ പറഞ്ഞത്. കാരണം മമ്മൂട്ടി ഇവരുടെ ഈ അർജുൻ അശോകൻ്റെ റോഷൻ മാത്യുവിൻ്റെയും പിന്നെ ലിറ്റിലിൻ്റെയൊക്കെ അച്ഛനാണ് മമ്മൂട്ടി സിനിമയുടെ പേര് വാൾട്ടർ മാൻ. പിന്നെ അവരുടെ വലിയ കാലം കാണിച്ച് അവസാനം പിന്നെ നമ്മൾ സ്വന്തം അർജുൻ അശോകനും ലിറ്റിലും അവിടെ വലിയ കഥയാണ് കേട്ടോ, അവർ വലുതായപ്പോഴുള്ള കഥയാണ് പറയണത്. അവസാനം അവർ 2 പേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ കൂട്ടുകാരൻ ജയിലിൽ നിന്ന് ഇറങ്ങി.
ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവസാനം നമ്മുടെ ലിറ്റിൽ പറഞ്ഞ് എടാ നീ ഒന്ന് ഈ ബട്ടൺ വെച്ച് നോക്കിയ അവസാനം നിനക്കെന്തോ സ്റ്റൈലുള്ള പോലെ തോന്നുന്നത്. അങ്ങനെ അർജുന അശോക ആ ലിറ്റിലിൻ്റെ ഈ ബഡ്സ് രണ്ടുപേരും കൂടി ഒരുമിച്ച് വെച്ചപ്പോഴുണ്ടല്ലോ അവന്മാർ ഇങ്ങനെ തടീനെ പോലെ എല്ലാവരും അടിച്ചു കൊല്ലണ സ്റ്റൈലൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതാണ്. പിന്നെ നമ്മൾ സ്വന്തം അടി കൂടാൻ പറ്റിയ സാധനം അവർ ഫിക്സ് ചെയ്തുകൊണ്ട് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അടി കൂടാൻ പറ്റിയ ഇങ്ങനെ ഗുസ്തിയുടെ സാധനമില്ലേ, അതെ അവർ ഫിക്സ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ വീട്ടിലും അർജുന അശോകനും കൂടി അവർ രണ്ടുപേരും കൂടി വീട്ടിലായിരുന്നു. അപ്പം അർജുന അശോകൻ പറഞ്ഞു വെട്രി ഇറങ്ങിയത്. വെട്രി ചോദിച്ചാൽ മറ്റേ റോഷൻ മാത്യു. അങ്ങനെ വെട്രി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അർജുന അശോകന് ഭയങ്കര പേടി. കാരണം അത് അങ്ങനെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാം. അർജുന അശോകൻ റോഷൻ മാത്യു പണ്ടത്തെ കാലം എന്ന് വെച്ചാൽ അവർ എന്തോന്ന് 18 ഇയേഴ്സോളൊക്കെ ആയിരുന്നപ്പോൾ ഉള്ളത്. അപ്പം ആണ് എന്തുവായിരുന്നടി അപ്പമാണ് അവന് അർജുന അശോകൻ എന്തോ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി എന്തോ വന്നതാണ്. പണ്ട് അർജുന അശോകൻ പോലീസൊക്കെ ആയിരുന്നു. അപ്പോൾ കേസ് കളിക്കാണ്ട് ഒരാൾ പിടിച്ചു വന്നപ്പോൾ അവസാനം ഇങ്ങനെ ഏതൊരു വീട്ടിൽ ഡോർ ആനാണിങ്ങനെ ഉണ്ട്. അത് നമ്മളെ സ്വന്തം റോഷൻ മാത്യുവിൻ്റെ വീടായിരുന്നു. അങ്ങനെ അവൻ്റെ കൂടെ അർജുന അശോകനും റോഷൻ മാത്യു കൂടി അടി കൂടിക്കൊണ്ട് അർജുന അശോകൻ അറിഞ്ഞുകൂടായിരുന്നു. പെട്ടെന്ന് അവൻ്റെ തലയിൽ കൂടി മൂടിയപ്പോൾ അവന് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവനെ റോഷൻ മാത്യു അടിച്ചു വന്നപ്പോൾ അവൻ്റെ വാച്ച് അങ്ങ് വലിഞ്ഞു റോഷൻ മാത്യുവിൻ്റെ അർജുന അശോകൻ. അവസാനം റോഷൻ മാത്യു അർജുന അശോകൻ താഴെ തട്ടിയിട്ട് അവസാനം പോലീസ് പിടിച്ചു റോഷൻ മാത്യു. അങ്ങനെ എന്തോന്നായിരുന്നു അവൻ്റെ പേര് അങ്ങനെ അർജുന അശോകൻ ബാഗ് രക്ഷപ്പെട്ടു പോയി. അവസാനം അവൻ്റെ വാച്ച് നോക്കി വെട്ടി ആൾ മാറി. ഇങ്ങനെ ആൾ മാറിയ വഴി ഇടിച്ച് കൊണ്ടുപോയി. പിന്നെയാണ് ഇനി നമ്മൾ സ്വന്തം ബോക്സിങ് നടന്നു വഴിയത്. പിന്നെ നമ്മളെ സ്വന്തം ബോക്സിങ് നടന്നു വരുന്നത് മറ്റേവരെ കണ്ടു കേട്ടെ. നമ്മൾ സ്വന്തം വിശാഖ് നായരാണ് സിനിമയിൽ ആക്ച്വലി വില്ലൻ. ഓക്കെ, വിശാഖ് നായരാണ് വില്ലൻ. വിശാഖ് നായർ അവിടെ കണ്ടപ്പോൾ വിശാഖ് നായർ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, തടിയന്മാരും മസുള്ളമാരൊക്കെ. അവരൊക്കെ അർജുന അശോകനെ കൊന്നു തീർത്തോണ്ടൊക്കെ അർജുന അശോകന് ഇത് മീൻസ് വിശാഖ് നായരിന് ഫ്രണ്ട്സ് തടിയന്മാരും മസുള്ളമാരൊക്കെ ഉണ്ട്. അവന് മസിൽ നടത്ത ആൾക്കാരൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ അവരെ കൊല്ലാൻ നിന്നപ്പോൾ പെട്ടെന്ന് ഇത് ഏറ്റവും ലാസ്റ്റാമത്തെ സീനാണ് കേട്ടോ, ലാസ്റ്റാമത്തെ സീനാണ്. അപ്പോൾ അവരെ കൊന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കമ്പെടുത്ത് അവരെ തലയെ വലിച്ചെറിഞ്ഞ് അത് മമ്മൂട്ടി വാൾട്ടർ വന്നു ഗൈസ്. വാൾട്ടർ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടു വാട്ടർ എന്നാണ് ചിലവരൊക്കെ ഞാൻ പറഞ്ഞ് കേൾക്കുന്നത്. പക്ഷെ വാട്ടർ അല്ല, വാൾട്ടർ. നമ്മളെങ്ങനെ എന്തോന്ന് വാളില്ലേ, വാൾട്ടർ അത്രയേ ഉള്ളൂ. വാൾട്ടർ അല്ല, വാട്ടർ ഒന്നും അല്ല കേട്ടോ. കുടിച്ചിട്ട് അണ്ണാക്കി ഇറക്കുന്ന ആരൊന്നുമല്ല, വാൾട്ടർ. അങ്ങനെ അവസാനം മമ്മൂട്ടിക്ക് വന്നപ്പോഴേ എനിക്ക് ഇൻട്രോയിലേ പറയാൻ പറ്റില്ലേ. ഇങ്ങനെ അവസാന സീനാണ് ലാസ്റ്റ് സീൻ. അതൊക്കെ ഒരു കബഡി. പിന്നെ ഞാൻ അവസാനം എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയും ഫിനിഷായിട്ട്. പിന്നെ അപ്പം മമ്മൂട്ടി വന്നപ്പോൾ മമ്മൂട്ടി ഞാനൊക്കെ കുറച്ച് പുറത്തായിരുന്നപ്പോൾ നീ കൂടി എന്തോന്നാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിശാഖ് നായർ ഞെട്ടി ചിരിച്ചപ്പോൾ വിശാഖ് നായർ, കാരണം വിശാഖ് നായർ വെള്ളം കുടിച്ച് കഞ്ചാവൊക്കെ അടിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അവസാനം വിശാഖ് നായർ അർജുന അശോകനെ ഇത് റോഷൻ മാത്യു തീർത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഇത് വിശാഖ് നായർ എന്തോന്നു ഇത് ഗുസ്തി അടിക്കാൻ സ്ഥലത്തിൻ്റെ മണ്ടയിൽ കയറി. ഇത് വിശാഖ് നായർ നോക്കിയപ്പോൾ റോഷൻ മാത്യു ക്ഷീണിച്ചിട്ടില്ല അടിച്ച്. അപ്പോൾ വിശാഖ് നായർ നോക്കിയപ്പോൾ അർജുന അശോകനെ അടിച്ചിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അവസാനം റോഷൻ മാത്യു അല്ല അർജുന അശോകൻ്റെ കൂടെ ഞാൻ്റെ കൂടെ അടി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ സ്റ്റേജിൽ കയറി, സ്റ്റേജിൽ ഗുസ്തി കളിക്കുന്ന സ്ഥലത്തിൻ്റെ മണ്ടയിൽ കയറി വാടാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടൊരു അടി കൂടി ഇരുന്നപ്പോഴും അവസാനം അർജുന അശോകനെ കൊല്ലാൻ നിൽക്കുകയായിരുന്നു ഇത് വിശാഖ് നായർ. അപ്പോൾ അർജുന അശോകന്
അപ്പോൾ ആർട്ടിസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ലിറ്റിൽ മറ്റേ മാർക്ക് അവർ കണ്ണു കണ്ട ഡോക്ടർ. അവന് ലിറ്റിൽ പറഞ്ഞ് അർജുൻ വെച്ച കൊണ്ട് ഇനി ഒന്നും നോക്കണം, കട്ടിലടി ചോദിച്ചാൽ ഞാനകത്ത് അവരുടെ കുട്ടിക്കാലത്ത് പറഞ്ഞില്ല, അവരൊക്കെ കട്ടിലിട്ട് അടിച്ച് ലിറ്റിൽ അടച്ചു വെച്ചാൽ അങ്ങനെ ലിറ്റിൽ പറഞ്ഞ് അവനെ കട്ടിലിട്ട് അടിക്കണം. അങ്ങനെ അവസാനം അർജുൻ വെച്ച ഏറ്റവും മുകളിലോട്ട് വലിച്ചെടുത്ത് അവസാനം ഇങ്ങനെ താഴെ ഇട്ട് ഇത് വിശാഖ നേര അർജുൻ വെച്ചതിന് താഴെ ഇട്ടപ്പോഴെല്ലാവരും ഞെട്ടിപ്പോയി. ആരും ഇത് പൊട്ടിപ്പോയി. വീട്ടിൽ കുസ്തിയുടെ സ്ഥലത്തിൻ്റെ മണ്ടിൽ പാറ മൊത്തം പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിയപ്പോഴേ എല്ലാവരും ഞെട്ടി. അങ്ങനെ അവിടെ വെച്ചാണ് കളി ഫിനിഷ് ആക്കണം. ഇനിയുണ്ട് കേട്ട സീൻ, അവസാന സീനുണ്ടായിരുന്നു. മീൻസ് ലിറ്റിലും അയ്യോ സോറി ഇതൊക്കെ ക്യാമറ പറയുന്നത് ഒത്തിരി പൊട്ടിയല്ല വൈകി. അവസാനം ലിറ്റിലും അർച്ചനും കൂടെ ബോക്സ് അടിക്കുന്ന ആൾക്കാരും കൂടിയൊക്കെ ഇങ്ങനെ എന്തോന്ന് ഇങ്ങനെ അടി കൂടെ നമ്മളൊറ്റപ്പോൾ പണ്ടത്തെ അടി കൂടെ സാധനം പൊട്ടിയില്ല. അർജുനൊക്കെ വിശങ്ങാനെ അടിച്ചിട്ടപ്പോൾ അപ്പോൾ അവിടെ പൊട്ടിയപ്പോൾ വേറെ പുതിയ പറഞ്ഞാൽ ലിറ്റിൽ കഷ്ടപ്പെട്ടുണ്ടാക്കി. ലിറ്റിലും അർജുൻ അശോകനും റോഷൻ മാത്യു ഉണ്ടാക്കിയപ്പോൾ അവരെ മീൻസ് അവരുടെ കൂട്ടത്തിലുള്ള ബോക്സ് അടിക്കുന്ന എല്ലാ ഗേൾസിൻ്റെ ആൾക്കാരും ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ കാണിച്ചപ്പോൾ അങ്ങനെ അവസരം മമ്മൂട്ടി ബാക്കിനിങ്ങനെ തിരിഞ്ഞിരിക്കുക. അങ്ങനെ പുതിയൊരു ഇങ്ങനെ ഏത് ഗുസ്തിയുടെ സ്ഥലം കണ്ടപ്പോൾ അവർ ഞെട്ടി. അങ്ങനെ അവസാനം മമ്മൂട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇനി ഒന്നും നോക്കണം അയ്യോ അവസരം മമ്മൂട്ടി തിരിഞ്ഞു നോക്കിയപ്പോഴോ ഇങ്ങനെ പറഞ്ഞു ഇനി ഒന്നും നോക്കണം നേരെ പച്ച അങ്ങനെ പോയൊരു സിനിമയാണ് അവസാനിക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശാഖ് നായരനാണ്. കാരണം ഇൻ്റർവെല്ലായിരുന്ന വിശാഖ് നായർ ഇങ്ങനെ പറഞ്ഞു ഇത് ഇങ്ങനെ റോഷൻ മാത്യു അതൊന്നും സീനാണ്, അത് ഞാൻ പറഞ്ഞില്ല. എന്നാലും പറഞ്ഞത് റോഷൻ മാത്യു അർജുൻ അശോക് കൊല്ലാൻ നിൽക്കുക, അത് നിങ്ങൾ സിനിമയാണ് മനസ്സിലായി. അതും ഞാൻ പറയുന്നത് എൻ്റെ തൊണ്ട എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് തളർന്ന് പറയണോ? കുഴപ്പമില്ല, പറയാം. സബ്സ്ക്രൈബൊക്കെ കിട്ടില്ല, അപ്പോൾ പറയാം. അവസാനമില്ല കുറച്ച് മുമ്പേ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ, അതെങ്കിലും സിനിമ കണ്ടാൽ എനിക്ക് വളരെ തൊണ്ടൊന്നും വയ്യ. റോഷൻ മാത്യു അർജുൻ അശോകനെ കൊല്ലാതിരിക്കുന്നത്. അപ്പം തന്നെ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട അർജുൻ അശോകന് റോഷൻ മാത്യു കൊല്ലാൻ നിന്നപ്പോൾ മീൻസ് റോഷൻ മാത്യു അർജുൻ അശോകനെ കഴുത്തി പിടിച്ചിങ്ങനെ ഇങ്ങനെ കൊല്ലാൻ നിന്നപ്പോൾ അപ്പം തന്നെ വിശാഖ് നായർ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ വിശാഖ് നായർ പറഞ്ഞ് ഉയ്യൊന്നാശം ഇങ്ങനെ ആക്കി കറക്റ്റ് ചെയ്തത് ഇങ്ങനെ ഉയ്യൊന്നാശം ഇങ്ങനെ ചൂടുക്കാക്കായി ഇങ്ങനെ ചുണ്ടിലോട്ടൊക്കെ വെച്ച് ആ ശരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം എടുത്തു പറഞ്ഞ വിശാഖ് നായർ അണ്ണാ നിങ്ങളൊക്കെ എന്തോന്നണ്ണാ അയാളുടെ ഒരു ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ സ്റ്റൈൽ എടുത്തേക്കണം. ഇങ്ങനെ ഡയറക്ടർമാർക്ക് യാതൊരു ഡയറക്ടർമാർക്ക് പറ്റില്ല. പ്രൊഡ്യൂസർമാർക്ക് പിന്നെ പറയണ്ടല്ലേ അറിയാം. എന്നാലും വിശാഖ് നായർ പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, അല്ല ക്യാരക്ടർ ഉണ്ടല്ലോ വിശാഖ് നായർ പറയണം. അങ്ങേർക്ക് എപ്പോഴും സ്റ്റൈൽ മാത്രം കൊടുക്കത്തുള്ളൂ എല്ലാവരും. ഓഫീസർ ഡ്യൂട്ടിയിൽ ഇങ്ങനെ എന്തോന്ന് ഇവിടെ സ്റ്റാർ ഇങ്ങനെയൊക്കെ ടാറ്റു ആണ്. വിശാഖ് നായറിനെ പിന്നെ ഒരു വില്ലൻ മാത്രം ആക്കുന്നില്ല, നായകനായ സിനിമ പോലെ ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ വിശാഖ് നായറിൻ്റെ. അണ്ണാ നിങ്ങൾ എന്തോന്നാ വിശാഖ് നായറേ എടുത്ത് പറഞ്ഞ വിശാഖ് നായറാണ് കേട്ടോ. അണ്ണാ നിങ്ങൾ എന്തോന്നണ്ണാ അയാളൊരു ഫ്ലാഗ് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു ബ്രോ ഒന്നും പറയണ്ട. അങ്ങനെ അതാണ് വിശാഖ് നായർ ഗൈസ്. നമ്മൾ ഇവിടെ വെച്ചാണ് വീഡിയോ അവസാനം. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ലവ് യു, ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, റിമിക്സ് അടിക്കുക. ബൈ, ലവ് യു.